ഹലോ, ഇറ്റ്സ് മീ സജന ഷാനവാസ് ഫ്രം ലാറിൻ കേക്ക്സ്. നമുക്കിന്ന് ഷുഗർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ഒരു 240 ഗ്രാം 240 ഗ്രാം മൈദ, അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ സോൾട്ട്, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു 113 ഗ്രാം, ഗ്രാനുലേറ്റഡ് ഷുഗർ 100 ഗ്രാം. ഗ്രാനുലേറ്റഡ് ഷുഗർ എന്ന് പറയുന്നത് നോർമൽ ഷുഗർ തന്നെയാണ് കേട്ടോ. ഈ ബട്ടറും ഷുഗറും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബട്ടറും ഷുഗറും കൂടി ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് എഗ്ഗിൻ്റെ അളവ് പറയുന്നത് ഒരു 65 to 70 ഗ്രാം ആണ്. അതായത് ഒരു വലിയ എഗ്ഗ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. ഞാനപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാനില എന്ന് പറയുന്നത് ബുഷിൻ്റെ വാനില എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ടീസ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഷുഗറും ബട്ടറും കൂടി നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്റർ ഓഫ് ചെയ്തിട്ട് ആ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യുക. കാരണം അത് ചുറ്റും തെറിക്കാതേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും ബീറ്റർ ഒരു ലോ സ്പീഡിൽ ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഒരു ക്ലിംഗ് റാപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ക്ലിംഗ് റാപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഈ ഡോ നമ്മൾ ഒരു ബേക്കിംഗ് മാറ്റിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി നമുക്കിഷ്ടമുള്ള കുക്കി കട്ടേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനുള്ള മാറ്റിലേക്ക് ഇടുക. അപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. 15 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ OTGയിൽ ഒരു 180 ഡിഗ്രി ഇടുക, എന്നിട്ട് 15 മിനിറ്റിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷുഗർ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഷുഗർ കുക്കീസിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, റോയൽ ഐസിങ് ആണോ അതോ ഫോണ്ടൻ്റ് ആണോ ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് ഫോണ്ടൻ്റ് തന്നെയാണ്. കാരണം നമുക്ക് കുറച്ചും കൂടിയും ഈസിയും കുറച്ചും കൂടി കസ്റ്റമൈസേഷനും എളുപ്പവും എല്ലാം ഫോണ്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ കുക്കീസിലെല്ലാം ഞാൻ ഫോണ്ടൻ്റാണ് യൂസ് ചെയ്യുന്നത്. റോയൽ ഐസിങ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോണ്ടൻറ്റ് നമ്മൾ ആ ഒരു കട്ടേഴ്സ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എഡിബിൾ ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു വർക്കിൻ്റെ വീഡിയോയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു ബട്ടർഫ്ലൈ തീമിൽ ഞാൻ ചെയ്തൊരു വർക്കായിരുന്നു. അപ്പോൾ അവർക്കൊരു പീച്ച് ആൻഡ് പിങ്ക് ഷെയ്ഡിലായിരുന്നു ഇത് വേണ്ടത്. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് അതുപോലെ പരത്തിയിട്ട് അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ ചെയ്ത വേറെ കുറച്ച് വർക്ക്സിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.